ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത് സ്റ്റാൻഡേർഡിലെ ഈ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത് ട്രൂലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. കാരണം ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. നീർജ ബാനോത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. നീർജ ബാനോത്ത് എന്ന് പറഞ്ഞാൽ ഒരു യങ് ഇന്ത്യൻ ഫ്ലൈറ്റ് പേഴ്സർ ആയിരുന്നു. അവര് സീനിയർ ആയിട്ടുള്ള ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. അവരുടെ എന്താ പറയാ ധൈര്യത്തിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം അല്ലെ? ഷീൽഡ് എന്ന് പറഞ്ഞാൽ കവചം, ധൈര്യത്തിന്റെ കവചം. അപ്പൊ ധൈര്യത്തിന്റെ കവചമായിട്ടുള്ള ഈ ആളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പോയാലോ? ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും സമ്മറിയും നോട്ട്സും ഡീറ്റെയിൽ ആയി തന്നെ നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റിപ്പബ്ലിക് ഡേ സെറിമണി നടത്തിക്കൊണ്ടാണ്. ഓക്കെ, 1987 റിപ്പബ്ലിക് ഡേ സെറിമണിയാണ്. അവിടെ നീർജ ബാനോത്തിന് ഒരു പുരസ്കാരം ലഭിക്കുകയാണ്. വീരമൃത്യു വരിച്ചിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് അശോക ചക്ര പുരസ്കാരം. അതാണ് ഇവർക്ക് കിട്ടുന്നത്. ഈ വീരമൃത്യു വരിച്ച ആൾക്കാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും വലിയ സാക്രിഫൈസ് ചെയ്തിട്ട് മരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു പുരസ്കാരമാണ്. അതാണ് നമ്മുടെ ഈ ഓദറിന് കിട്ടിയിട്ടുള്ളത്. സോ എന്തോ ഒരു സാക്രിഫൈസ് ഇവർ ചെയ്തിട്ടുണ്ട് അല്ലെ? അല്ലാതെ ഈ ഒരു പുരസ്കാരം കിട്ടൂല. അപ്പൊ എന്താണ് ആ സാക്രിഫൈസ് നോക്കണ്ടേ? അതെന്താന്ന് വെച്ചാല്, ഹൈജാക്ക് ചെയ്തിട്ടുള്ള ഒരു വിമാനത്തില് ഒരുപാട് യാത്രക്കാരുണ്ട്. ആ യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ജീവന് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ബഹുമതി അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഹൈജാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുറച്ച് ആളുകള് ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ ബലപ്രയോഗ ഭീഷണിയിലൂടെയോ ഒക്കെ ഈ വിമാനമോ അല്ലെങ്കിൽ കപ്പലോ ഒക്കെ തുടങ്ങിയ വാഹനങ്ങളുടെ നിയന്ത്രണം ഇല്ലീഗലായിട്ട് പിടിച്ചെടുക്കാം. എന്നിട്ട് അവരൊക്കെ എങ്ങനെ എന്താ പറയാ, അവരെ അറ്റാക്ക് ചെയ്യാൻ പോവാ, അവരെ ഭീഷണിപ്പെടുത്തുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ പ്രേരിപ്പിക്കുക. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, ഈ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ അവിടെ പിടിച്ചെടുത്തു. അവരെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യാണ് നമ്മളെ നീർജ ബാനോത്ത്. അപ്പൊ അങ്ങനെയാണ് അവർ മരിച്ചിട്ടുള്ളത്. സോ അതിനുള്ള ഒരു പുരസ്കാരമാണ് ഇവിടെ കൊടുക്കുന്നത് ഈ ഒരു റിപ്പബ്ലിക് ഡേയിൽ. ഈ ഒരു സെറിമണിയിൽ അവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ കുറച്ച് വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകള്, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രസൻസിൽ അമ്മയാണ് നീർജയുടെ ഈ ഒരു പുരസ്കാരം കൈപ്പറ്റുന്നത്. നീർജ ജനിച്ചിട്ടുള്ളത് 1963 ചാണ്ടിഗഡിലാണ്. ഓക്കെ, അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലവിങ്ങും സപ്പോർട്ടീവും ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് അവർ വളർന്നു വന്നിട്ടുള്ളത്. അവർ ഫസ്റ്റ് തന്നെ ഒരു മോഡലിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് എയർലൈൻസിൽ എയർ ഹോസ്റ്റസ് ആയിട്ട് ചേർന്നിട്ടുള്ളത്. അവർ ഭയങ്കര കോൺഫിഡന്റ് ആണ്. കോൺഫിഡൻസും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡെഡിക്കേഷനും എലഗൻസും കാരണം അവരുടെ പ്രൊഫഷനിൽ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റും അവരെല്ലാവരും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. 1986 സെപ്റ്റംബർ 5 മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്ന പാനാം ഫ്ലൈറ്റ് 73 കറാച്ചിയിൽ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഭീകരര് ഹൈജാക്ക് ചെയ്യാണ്. സുരക്ഷാ ജീവനക്കാരായിട്ട് വേഷം മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ അവരെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ വിമാനത്തിലേക്ക് കയറുന്ന അന്ന് ഡ്യൂട്ടിയിലുള്ള സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡർ എന്ന് പറഞ്ഞാൽ അത് നീർജയായിരുന്നു. ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നീർജ വഹിച്ചിട്ടുള്ള ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പങ്കാണ്. കാരണം ഭീകരർ പ്രത്യേകിച്ച് ഈ അമേരിക്കക്കാരെയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പാസ്പോർട്ടുകളെല്ലാം എന്ത് ചെയ്തു, നീർജ ഒളിപ്പിച്ചു വെക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതേസമയം ഒരുപാട് സമയം അവര് ഇതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ഇവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞിങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തുന്നുണ്ട്. ആ സമയം ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ആ ഒരു സമയം കുറെ ആൾക്കാരെ ഈ നീർജ എന്ത് ചെയ്തിട്ടുണ്ട്, എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നീർജയ്ക്ക് ഒറ്റയ്ക്ക് ഫസ്റ്റ് തന്നെ എസ്കേപ്പ് ആവാമായിരുന്നു ആ ഒരു ഫ്ലൈറ്റിൽ നിന്നും. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നോക്കാതെ പെട്ടെന്ന് തന്നെ എമർജൻസി എക്സിറ്റ് വഴി പോവായിരുന്നു. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. കാരണം ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് ആർക്കുണ്ടായിരുന്നു? നീർജയ്ക്ക് ഉണ്ടായിരുന്നു. 17 മണിക്കൂറുകളോളം ഈ ഹൈജാക്കേഴ്സ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിൽക്കുന്നുണ്ട്. ഈ ഒരു 17 മണിക്കൂറുകൾക്ക് ശേഷം യാത്രക്കാരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഭീകരർ എന്ത് ചെയ്യാൻ തുടങ്ങി? വെടിവെക്കാൻ തുടങ്ങി. നീർജയ്ക്ക് ആദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ മറ്റുള്ളവരെ രക്ഷിക്കാനാണ് ഇവര് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിലാണ് അവർക്ക് വെടിയേറ്റിട്ട് മരണപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആ ഒരു ധൈര്യം ഒരുപാട് ആളുകളുടെ ജീവനാണ് രക്ഷിച്ചിട്ടുള്ളത്. കുട്ടികളടക്കം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ ഒരു ഫ്ലൈറ്റിൽ.
നീർജയുടെ ഈ ഒരു സാക്രിഫൈസ് വേൾഡിൽ എന്താണ് ഭയങ്കര മാറ്റങ്ങളാണ് കൊണ്ടുവരുത്തിയിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു സാക്രിഫൈസ് ഒരു കറേജിന്റെ, ധൈര്യത്തിന്റെ ഒരു സിമ്പൽ ആയിട്ട് മാറുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഹീറോയിസം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഈ ഒരു ഏവിയേഷൻ സെക്യൂരിറ്റിയിലാണ്. ഓൾ ഓവർ ദി വേൾഡ് ആണ്. വേൾഡിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു ഈ ഒരു ഏവിയേഷൻ സെക്യൂരിറ്റിയിൽ. കാരണം എന്താണ് സെക്യൂരിറ്റിന്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടാണല്ലേ വിമാനത്തിൽ കയറിയിട്ടുള്ളത്. സോ ഒരുപാട് ചേഞ്ചസ് അവർ കാരണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും അവരെന്താണ് എങ്ങനെയാണ് ഓർമ്മപ്പെടുന്നത്? എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആയിട്ട്, അതൊരു ഇൻസ്പിറേഷണൽ ആൻഡ് റോൾ മോഡൽ അല്ലേ, അങ്ങനെയാണ് അവരെ ഇന്നും ഓർക്കുന്നത്. അമേരിക്കയും പാകിസ്ഥാനും വരെ നീർജയ്ക്ക് എന്താണ് പുരസ്കാരങ്ങൾ നൽകിയിട്ട് അവരെ ആദരിച്ചിട്ടുണ്ട്. നീർജയുടെ കുടുംബം ഈ അനീതിക്ക് എതിരെയൊക്കെ പോരാടുന്ന സ്ത്രീകൾ ഉണ്ടാവല്ലോ, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നീർജ ഭാനോത് പാനാം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട്. 2016 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു നീർജ ഒരു ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു ഫിലിം ഉണ്ട്, ബോളിവുഡ് സിനിമയാണ്. അതിൽ അവരുടെ കഥ എന്താ ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അതുപോലെ തന്നെ എന്താണ് ദേശീയ അവാർഡുകളും നേടിയിട്ടുണ്ട് ആ ഒരു ഫിലിമിന്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറും നോട്ട്സും അതുപോലെ ആക്ടിവിറ്റീസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ പോയി നോക്കിയാൽ മതി. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് നോട്ട്സ് എടുക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നോട്ട്സ് എല്ലാം കിട്ടും എന്നുള്ളത്. ആ ഒരു വീഡിയോ കണ്ടു നോക്കുക, പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ മനസ്സിലായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടോയെന്നും ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കാം, ഞാനെല്ലാം പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.